മലപ്പുറം മങ്കടയിൽ സുഹൃത്തുക്കളായ 4 വിദ്യാർത്ഥികൾ അല്പം മുമ്പാണ് മിന്നലേറ്റ് മരിച്ചത്. 4 പേർക്ക് ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട്. വെള്ളില പുതുക്കുടി മലയിൽ അലിയുടെ മകൻ റഹീസ് 20 വയസ്സ്, കുരിമണ്ണിൽ പുത്തൻ വീട്ടിൽ സൈഥലവിയുടെ മകൻ ബഹാസ് 18 വയസ്സ്, ആലിക്കാപ്പറമ്പിൽ അസീസിന്റെ മകൻ സിയാദ് 18 വയസ്സ്, കറുത്താൻകുത്തിൽ നിസാറിന്റെ മകൻ ഫഹദ് 22 വയസ്സ് ഇവരാണ് മരിച്ചത്. റോഷൻ, ഇഷ്ഹാദ് എന്നിവർക്ക് ഗുരുതരമായി തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. മങ്കട വെള്ളില കടുക്ക സിറ്റി നമ്പൂരിക്കാട് വ്യൂ പോയിന്റിൽ എത്തിയതായിരുന്നു കുട്ടികൾ. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നാട്ടുകാർ ഉടൻ തന്നെ വിദ്യാർത്ഥികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും 4 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. അതേസമയം പുനലൂർ നെല്ലിപ്പള്ളിയിൽ സർവീസ് സ്റ്റേഷന് സമീപം മൺതിട്ട ഇടിഞ്ഞു വീണ് ഒരു മരണം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേക്ക് സമീപമുള്ള പെട്രോൾ പമ്പിനടുത്തുള്ള സർവീസ് സ്റ്റേഷനിലാണ് സംഭവം. പുനലൂർ പിറവന്തൂർ മൻവള സ്വദേശിയായ ഷിജു ആണ് മരിച്ചത്. ഇദ്ദേഹം സർവീസ് സ്റ്റേഷൻ തൊഴിലാളിയാണ്. സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ടോറസിന് മുകളിലേക്കാണ് സർവീസ് സ്റ്റേഷന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണത്. കനത്ത മഴയും കാറ്റും ഉണ്ടായപ്പോൾ സർവീസ് സ്റ്റേഷന് സമീപം നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിയുടെ ക്യാബിനിൽ കയറി ഇരിക്കുകയായിരുന്നു ഷിജു. പിന്നാലെ മൺതിട്ട ഇടിഞ്ഞ് ലോറിക്കും സർവീസ് സ്റ്റേഷനും മുകളിലേക്ക് വീഴുകയായിരുന്നു. പുനലൂർ അഗ്നിരക്ഷാസേന 1.5 മണിക്കൂറിലേറെ ശ്രമിച്ചാണ് മണ്ണു നീക്കി ഷിജുവിനെ കണ്ടെത്തിയത്. ലോറിയുടെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഷിജുവിനെ പുറത്തെടുത്തത്. മണ്ണിടിച്ചിലിൽ സർവീസ് സ്റ്റേഷനും പൂർണ്ണമായി തകർന്നു. അതേസമയം മെയ് 14 മുതൽ 16 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റുവീശാനും സാധ്യതയുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തിയേക്കും. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ടെന്നും അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്കൻ കർണാടകയ്ക്ക് മുകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് 5.8 കിലോമീറ്റർ ഉയരത്തിൽ മറ്റൊരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു. അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്.